കോവിഡ് കാലത്ത് ലോകം ഉറ്റുനോക്കിയ കേരളത്തിൻ്റെ ആരോഗ്യമുഖം. അതെ, കെ ശൈലജ ടീച്ചറെ സ്വന്തം മണ്ണായ മട്ടന്നൂരിൽ നിന്നും വേരോടെ പിഴുതെറിയാൻ നീക്കം നടത്തുകയാണ്. ഇത് വെറുമൊരു സീറ്റ് മാറ്റമാണോ, അതോ ജനകീയ ബിംബങ്ങളെ വെട്ടിനിരത്തി ശീലമുള്ളൊരു കാഞ്ഞ ബുദ്ധിയുടെ തിരക്കഥയാണോ? വടകരയിലെ പരാജയത്തിന് ശേഷം ടീച്ചറെ വീണ്ടും തോൽപ്പിക്കാൻ UDFന്റെ ഉരുക്കുകോട്ടയായ പേരാവൂരിലേക്ക് അയക്കുന്നത് എന്തിനാണ്? ഇതിന് പിന്നിലെ അണിയറ രഹസ്യങ്ങൾ വള്ളിപുള്ളി വിടാതെ നമുക്ക് പരിശോധിക്കാം. കേരളം ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ വഞ്ചനയുടെ കഥയാണിത്. 2021 ഒന്ന് തിരിഞ്ഞു നോക്കാം. നിപ്പയെയും കോവിഡിനെയും നേരിട്ട് ലോകശ്രദ്ധ നേടിയ ടീച്ചർക്ക് മട്ടന്നൂർ നൽകിയത് 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. നിയമസഭാ ചരിത്രത്തിലെ സർവകാല റെക്കോർഡ്. എന്നാൽ ആ വിജയത്തിന് തൊട്ടു പിന്നാലെ കണ്ടത് കേരളത്തെ അമ്പരപ്പിച്ച തീരുമാനമായിരുന്നു. എല്ലാവരെയും മാറ്റുന്നുവെന്ന് പുകമറ സൃഷ്ടിച്ച് ടീച്ചറെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. അന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ടീച്ചറെ തിരിച്ചുകൊണ്ടുവരിക എന്ന ക്യാമ്പയിനുകളെ പാർട്ടിക്കുള്ളിലെ ഏകഛത്രാധിപത്യം പുച്ഛിച്ചു തള്ളി. തനിക്ക് മുകളിലേക്ക് വളരുന്ന ഒരു ജനകീയ നേതാവിനോടുള്ള ഭയത്തിന്റെ തുടക്കമായിരുന്നു അത്. 5 വർഷം കഴിയുമ്പോൾ ടീച്ചറെ ആ സീറ്റിൽ നിന്ന് പോലും മാറ്റുന്നു. മട്ടന്നൂർ CPMന്റെ ചുവപ്പൻ കോട്ടയാണ്. അവിടെ ടീച്ചറെ മാറ്റി DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ലക്ഷ്യം വ്യക്തമാണ്: ടീച്ചറുടെ ജനപ്രീതിക്ക് അന്ത്യം കുറിക്കുക. പകരം ടീച്ചറെ അയക്കുന്നത് പേരാവൂരിലേക്ക്. എന്താണ് പേരാവൂരിന്റെ പ്രത്യേകത? അത് UDFന്റെ കരുത്തനായ സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ്. 2011 ഇതേ പേരാവൂർ വെച്ചാണ് സണ്ണി ജോസഫ് ടീച്ചറെ പരാജയപ്പെടുത്തിയത്. തോൽക്കാൻ സാധ്യതയുള്ള ഒരു പരീക്ഷണ വസ്തുവായി ടീച്ചറെ വീണ്ടും അങ്ങോട്ട് വിടുന്നത് എന്തിനാണ്? വടകരയിലെ പരാജയത്തിന് ശേഷം വീണ്ടും ഒരു തോൽവി കൂടി ടീച്ചറുടെ അക്കൗണ്ടിൽ ചേർത്താൽ ടീച്ചറുടെ ജനപ്രീതി വെറും മാധ്യമ സൃഷ്ടിയാണെന്ന് വരുത്തി തീർക്കാൻ നേതൃത്വത്തിന് എളുപ്പമാകും. എന്തിനാണ് ഈ വെട്ടിനിരത്തൽ? CPMലെ കണ്ണൂർ ലോബിയിലെ കരുത്തരായ P ജയരാജനെയും EP ജയരാജനെയും എങ്ങനെ നിശബ്ദരാക്കിയോ അതേ തന്ത്രം ടീച്ചർക്ക് നേരെയും പ്രയോഗിക്കപ്പെടുന്നു. തനിക്ക് ശേഷം മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പിണറായി നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിലെ ഏറ്റവും വലിയ തടസ്സം ശൈലജ ടീച്ചറാണ്. ജനങ്ങൾക്കിടയിൽ ടീച്ചർക്കുള്ള സ്വീകാര്യത റിയാസിന് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ടീച്ചറെ പാർലമെന്ററി രംഗത്ത് നിന്നും പുകച്ചു പുറത്തു ചാടിക്കുക എന്നത് കൃത്യമായ അജണ്ടയാണ്. 5 തവണ മത്സരിച്ചു എന്നാണ് ടീച്ചറെ മാറ്റാൻ പറയുന്ന ന്യായം. എങ്കിൽ മുഖ്യമന്ത്രി എത്ര തവണ മത്സരിച്ചു? മറ്റു മുതിർന്ന നേതാക്കൾക്കില്ലാത്ത നിബന്ധന ടീച്ചർക്ക് മാത്രം എന്തിനാണ്? ഇവിടെയാണ് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് വേണ്ടി തളിപ്പറമ്പ് സുരക്ഷിതമാക്കാൻ ടീച്ചറെ ബലി കൊടുത്തു എന്ന ആരോപണം ശക്തമാകുന്നത്. ജനപ്രീതിയുള്ളവരെ പുറത്തേക്കും നേതാക്കളുടെ ബന്ധുക്കളെ അകത്തേക്കും ആനയിക്കുന്ന ഈ രീതി CPMനെ എവിടെ എത്തിക്കും? മുമ്പ് KR ഗൗരിയമ്മയോടും സുശീല ഗോപാലിനോടും ചെയ്തത് തന്നെയാണ് ഇപ്പോൾ ശൈലജ ടീച്ചറോടും ചെയ്തത്. കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകാൻ സർവ്വയോഗ്യതയുമുള്ളൊരു നേതാവിനെ അസൂയയുടെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിയുടെ കുഴിതോണ്ടൽ തന്നെയാവട്ടെ. എന്തായാലും അതിനായി കാത്തിരിക്കാം. അതായത് പാർട്ടിയുടെ കുഴിതോണ്ടലിന് വേണ്ടി.